A brief introduction to her. Sandra is an Indian film producer and an actress, and she's from Ernakulam. I admire the fact that as a woman, you have really established yourself in this field. I know it's very difficult. I mean, we all understand that in the entertainment industry, it's very difficult as a woman to establish yourself. So, especially in the movie field, right? And she's one of those few established women producers. So let's give her an applause, please, for that. Such a great achievement. She has produced many movies, but the most noticeable ones and some of my personal favorites, Zakariya Garbanigal and Philip and the Monkey Pen. ഇത് രണ്ടും എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ, അതുകൊണ്ട് എടുത്തു പറഞ്ഞേ പറ്റുന്നത് ഇവിടെ. She has produced both of them and she has acted in one of them. And many other movies she has acted. So she's not only a strength behind the scenes, but she's also presented well on screen. So that deserves another applause, right? So let me invite her over here to speak a few words to our audience. Thank you so much, Sandra. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് കാലിഫോർണിയയിലേക്ക് വരുന്നത്. എൻ്റെ സിസ്റ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. സ്നേഹ നമുക്കൊക്കെ അറിയായിരിക്കും. സ്നേഹയും രാജും അവരുടെ 2 കുട്ടികളാണ് ഉള്ളത്. 3ാമത്തെ എക്സ്പെക്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു 3 വീക്സ് വെക്കേഷന് വേണ്ടി വന്നതാണ് ഇവിടെ. ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. എന്തായാലും നാട്ടിൽ നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പം ലൈറ്റ്സും പ്ലം കേക്കും സ്റ്റാറും സെലിബ്രേഷനും ഒക്കെയാണ്. പക്ഷേ നമ്മൾ അമേരിക്കയിൽ വരുമ്പോഴാണ് അതൊരു ടുഗദർനെസ്, സാഹോദര്യം, ഒരു ഒക്കെയായി മാറുന്നത്. ഇതൊന്നും നാട്ടിലില്ല സത്യത്തിൽ. നാട്ടിൽ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാവരും ഒരു സ്റ്റാർ ഇടുക, അല്ലെങ്കിൽ 25th പള്ളിയിൽ പോവുക, കാര്യം കഴിഞ്ഞു. പക്ഷെ ഇവിടെ അത് സെലിബ്രേഷനാണ്. എല്ലാവരും തമ്മിലുള്ളൊരു സാഹോദര്യം പങ്കുവയ്ക്കലാണ്. ഇതെന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഒരു യൂണിറ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്സ്, നിങ്ങളുടെ ടാലൻസ്, ഞാനത് ഭയങ്കര ഇന്നലെയും ഇന്നും ഒക്കെ ഇപ്പോൾ തന്നെ ഈ കാരളിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഇതൊന്നും നാട്ടിൽ നമ്മളാരും കേൾക്കുന്ന പോലുമില്ല. ഈ പാട്ടുകളൊക്കെ, മലയാളം പാട്ടുകൾ എന്ത് രസമായിട്ടാണ് പാടിയത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും ആശംസിക്കുന്നു. താങ്ക് യു.
മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു ദൈവസുതൻ പിറന്നതിനോർമ്മയിലും മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു ദൈവസുതൻ പിറന്നതിനോർമ്മയിലും ഒരു മണ്ണിലെ ഇലയന്മാരെ മടുവിന്നിലെ മാലാഖകളെ ഒരു മണ്ണിലെ ഇലയന്മാരെ മടുവിന്നിലെ മാലാഖകളെ പാടും തമ്പുരവും കിന്നരവും നാദവുമായി മറിയത്തിൻ പൊന്മകനാ അടുത്തത് താരകം പാടുന്നത്. 1 2 3 4 താരകം പാടുന്നല്ലോ ഹല്ലേലൂയ പാടുന്നു പിന്നിൽ ഉമ്മറിൽ വന്ന രാജാവിനാ ആയിരം വൈരലിൽ മുൻകൂട്ടിയിൽ കൊണ്ടിരി ആരിന്റെ പാപമെല്ലാം മാറിപ്പോയല്ലോ താരകം പാടുന്നല്ലോ ഹല്ലേലൂയ പാടുന്നല്ലോ പിന്നിൽ നിന്നും മണ്ണിൽ വന്ന രാജാവിനാ ആയിരം വൈരലിൽ മുൻകൂട്ടിയിൽ കൊണ്ടിരി ആരിന്റെ പാപമെല്ലാം മാറിപ്പോയല്ലോ
ജിബിഎസിന്റെ നേതൃത്വത്തിൽ അടുത്ത ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കരോൾ ഗാനങ്ങൾ നിയോ അങ്ങനെ
ഒരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് നയനമനോഹരമായ നല്ല പ്രോഗ്രാംസ് കാണാനുള്ള അവസരമാണ്. ഞാനൊരു വൈൻ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സമാഗമം തോന്നുന്നില്ല. ഒട്ടുമല്ല, ഒന്നും കൂടെ അടിച്ചില്ല, എടുത്തോളൂ ശകലം. അപ്പോൾ രാജൻ പറഞ്ഞു ഞാൻ മോളെയും കൂടെ കൂടിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മാത്രം കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യം ഒന്നും വന്നില്ല. കാരണം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് ചോദിച്ചപ്പം നമുക്ക് 3-4 പേര് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സാന്ദ്ര പറഞ്ഞ ഒരു കാര്യം ഞാൻ കടമെടുക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഇതൊരു ബ്യൂട്ടിഫുൾ അല്ലാന്ന് തോന്നിയാൽ പോലും അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം നല്ല സ്നേഹവും ബഹുമാനമുള്ള ഒരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ സാധാരണ രീതിക്ക് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നൊക്കെ ഗസ്റ്റ് വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇൻ്റർനാഷണൽ ഗസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മോളിയുടെ സ്വന്തം പിള്ളേർ, മോളിയുടെ നീസ്, പിന്നെ മോളിയുടെ കസിൻ, അവർ ശില്പയും ജാസ്മിനും UK നിന്ന് വന്നവരാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല വെളിയിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സിംഗർ, നമ്മുടെ കൊച്ചു സിംഗർ ഷനായയുടെ സോങ്ങോടുകൂടിയാണ്. ഷനായ റൈസിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. അവൾക്ക് നല്ല സൂപ്പർ വോയിസ് ആണ്, അതിനേക്കാൾ ഉപരി അവൾക്ക് നല്ല പിച്ചാണ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഷനായനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. കാണുന്നില്ല, ഷനായ റൈസ്. റൈസ് പാടണ്ടായിരുന്നു. ഇനി മോളിക്ക് കൊടുത്തില്ല, മോളി പറയട്ടെ. എനിക്കൊന്നും പറയാനുള്ളതൊക്കെ കുഞ്ഞുമോള് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ആകെ 5 പ്രോഗ്രാമേ ഉള്ളൂ, ഒരു 20 മിനിറ്റ്സ് എടുക്കത്തേ ഉള്ളൂ. ഇതൊരു ഫോർമൽ പ്രോഗ്രാമേ അല്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അവർ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. ഇതൊരു ഫാമിലി പോലെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ഈ പ്രോഗ്രാമിനെ കാണുക. അവരിങ്ങോട്ട് നമ്മൾ അവർക്ക് ഭയങ്കരധികം എൻകറേജ്മെൻറ്റ് കൊടുക്കണം. കാരണം നമ്മൾ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തതല്ല, അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ ക്ലാപ്പ് ആദ്യമേ തന്നെ. So our first performer is Shania, right? Shania? ഒരു 20 സെക്കൻഡ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. Hi, my name is Shania Reyes. I'll be singing Hallelujah and by Alexander Merck, and I hope you guys have a great Christmas. I heard there was a secret chord that David played and it pleased the Lord, but you don't really care for music, do you?
രണ്ടുപേരും ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ആയിട്ട് പാടുന്നുണ്ട്, സംഘത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ഹിന്ദി സോങ്. Bye.
मेरे लिए सभी तुम्हारे हैं हो जाएगा हमारी चाहतों का मिटना सकेगा फसाना हमारी चाहतों का मिटना सकेगा താങ്ക് യു രുക്മിണി ആൻഡ് രഞ്ജിത്ത്. സാറിന് നമുക്ക് ചിലപ്പം ഹസ്ബൻഡ് പാടുമായിരിക്കും, അല്ലെങ്കിൽ വൈഫ് പാടുമായിരിക്കും. ഇത് രണ്ടുപേരും ഒരേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നതിന് അവർക്ക് ഒരു കൈയടിയും കൂടെ കൊടുക്കാം. പിന്നെ നല്ല ഞാനിവിടെ നിന്ന് നോക്കുക, അവരുടെ മുഖത്തിന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. നമ്മളൊക്കെ പാടി അങ്ങനെ വലിഞ്ഞു മുറുകി കഴുത്തൊക്കെ അവിടെ ചെന്നു. രണ്ടുപേർക്കും ഒരു കൈയടിയും കൂടെ. ഓക്കെ, ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ വിവേകിന്റെയും ദിൽജിയുടെയും മോനാണ് ക്രിഷ് വിവേക്. ക്രിഷ് നമുക്ക് വേണ്ടിയിട്ട് വയലിൻ വായിക്കാൻ പോകുന്നത്. അതിലൂടെ ഞാൻ
ആൻറ്റിയാണ് ഹോളി, എൻ്റെ അങ്കിൾ റോയി. ഞാൻ അയർലൻഡിൽ നിന്ന് വന്നതാണ് 2 weeks വെക്കേഷന് വേണ്ടിയിട്ട്. നല്ല കുറച്ച് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ചെറിയൊരു ഡാൻസ് പെർഫോം ചെയ്യാണ്. സോ താങ്ക് യു ശില്പ. വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ട് ഇത്രയും ആൾക്കാരെ റോയിയെ മോളിയെ ഒഴിച്ച് അവരുടെ പിള്ളേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നമ്മുടെ ശില്പയ്ക്ക് പരിചയമില്ല അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഇത്ര മിടുക്കത്തെയായിട്ട് മാധുരി ദീക്ഷിത്തിൻ്റെ ആജാനാച്ചിലെ ചെയ്ത ശില്പയ്ക്ക് ഒരു കൈയടി കൂടിയാണ്. പുള്ളിയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസൾട്ടായി പോകും അവന്. പോകല്ലേ. അപ്പം ആദ്യം ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവൻ സൂപ്പർ ഡാൻസറാണ്, ഫേമസ് ആണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇവിടെയെല്ലാം എത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും അവൻ അടിപൊളിയായിട്ട് ഒരു ഡാൻസ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നു. ഞാൻ ആദ്യം ഇഫ് യു വാണ്ട് ടു സേ സംതിങ് മോർ യു കെൻ. ഹലോ എവ്രി വൺ, മെരി ക്രിസ്മസ്. എൻ്റെ പേര് അദ്വൈത്, എല്ലാവരും ആദ്യം എന്ന് വിളിക്കും. ഞാൻ ഇവിടെ ഡാൻസ് കളിക്കാനാണ് പോകുന്നത്. സോ യാ, பாட்டுனா சும்மா உச்சந்தலையிலேருந்து உள்ளங்கால் வரைக்கும் சுருன்னு அப்படியே கரண்ட் பாயணும். அது பாட்டு. அபி தேக்கோ சூப்பிஸ்தானோ.
പറയാതിരിക്കാൻ പറ്റില്ല. എന്തൊരു അടിപൊളി ഡാൻസ്, എല്ലാവരും ഭയങ്കരമായിട്ട് ഒന്നുകൂടെ ഒന്ന് കൈയ്യടി കൊടുക്കും. എന്നെ ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ഓടിച്ചത് അച്ഛൻ ഇങ്ങനെ പറയാതെ. Hi, my name is Venica. Hi, I'm Biden. Yeah, we've not practiced dancing, but we do for like these Sardam Parvanis. ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും കുളിരവിലൊഴുകി വരും.
സ്ഥലമിട്ട അമ്മ വെച്ച് പോയി. ഇവിടെ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി ഓരോന്ന്. എന്തായാലും അവരുടെ പേര് പോലെ വേദിക വൈദിക്, നല്ല ബ്യൂട്ടിഫുൾ പേര്, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസും ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു കഴിയും കൂടെ ഉണ്ട്. അപ്പം രാജൻ ഞങ്ങളുടെ പെടലിയതല്ല, ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ പരിപാടി ഇവിടെ തീരുക. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. കാരണം നമ്മളൊരു അഡൽസിന് വേണ്ടി ഒരു അടിപൊളി ഗെയിം മോളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാം. നമുക്ക് ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനുശേഷം ഒരു പ്രത്യേകത ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കോളേജിൽ പോയ യങ് അഡൾട്ട്സ് എല്ലാം കുറേ അധികം പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട്. എൻ്റെ മക്കളെ എല്ലാം ഇവിടെ കാണാൻ പറ്റിയതിനും ഒപ്പം നമ്മുടെ കൂട്ടുകാരുടെ മക്കളെ എല്ലാം ഇവിടെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അപ്പം വെളിയിൽ പോയി തിരിച്ചു വന്ന നമ്മുടെ എല്ലാ യങ് അഡൽസിനും വേണ്ടി ഒരു കൈയടി കൊടുക്കുമോ? ഓക്കെ. അപ്പം ഗെയിം കളിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മടുത്തവർക്കെല്ലാം വീട്ടിൽ പോകാം. ഞാൻ എൻ്റെ മോളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞത്. അല്ലാത്തവരെല്ലാം ഇവിടെ ഇരിക്കണം. ഒരു അടിപൊളി ഗെയിമുണ്ട്. അത് കഴിഞ്ഞ് പിള്ളേർക്ക് വേണ്ടി DJ ഉണ്ട്.